Hallelujah. Stotram, stotram. Thank you, Jesus. Hallelujah. Stotram. നമ്മുടെ ഫെലോഷിപ്പ് നമ്മൾ ഇന്ന് അല്പം ഏർലി ആയിട്ട് ആരംഭിച്ചു. We actually started our fellowship a little early today. എൻ്റെ ചിന്തയിൽ 11:55 ആകുമ്പോൾ സഭായോഗം നിർത്തണമെന്നാണ് ചിന്തിക്കുന്നത്. I'm thinking and planning in my mind approximately 12:50 we need to conclude. 11:50 we need to conclude. അതിനുശേഷം സൺഡേ സ്കൂളിൻ്റെ പ്രോഗ്രാം അതൊരു 12:50 തീർക്കണം. After that, the anniversary of our Sunday school and PYPA, then we need to finish everything by 12:50. Yeah. Anyway, before 1 o'clock. Anyway, I'm planning അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആരും പോകരുത്. So please don't leave anyone. By 1 o'clock we will be done with everything. എൻ്റെ ഒരു പ്രസംഗ ഒരു ശൈലി അനുസരിച്ച് 43 വാക്യം എക്സോട്ട് ചെയ്യണേ എത്ര സമയം വേണമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. According to my preaching style, just imagine if I want to explain almost 43 verses, how long it will take. എങ്കിലും ഞാൻ 43 വാക്യത്തിലൂടെ ഞാൻ ആത്മാർത്ഥത 107 ഇതിനു മുമ്പ് എത്ര പേർ ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ട് സങ്കീർത്തനം? ഹലോ, let me ask you very honestly, how many of us read complete that Psalm 107 in our lifetime? വായിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് ശ്രദ്ധിച്ചൊന്ന് വായിച്ചിട്ടുള്ള Carefully, who read throughout the verses of 43 verses of Psalm 107? ആ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ എൻ്റെ പ്രബോധനം തുടങ്ങുകയാണ്. Let us place that question in front of us and let me exhort from this psalm. ആ വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. Before explaining this psalm, I would like to mention It's okay. No, it's okay. No. Stop. Hallelujah. Yeah. Hallelujah. കേൾക്കാമോ? Can you hear? Okay. Yeah. Listen to me very carefully. ഞാനൊരു 5 years മുമ്പ് ഒരു എക്സാമ്പിൾ ഇവിടെ ഈ നമ്മുടെ ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട്. Approximately 5 years ago, I mentioned an example in this church. അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞ് ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ മുന്നോട്ട് പോകാം. I am going to explain one more time and I will continue from there. AP Gibbs എന്ന് പറയുന്ന ഒരു പാസ്റ്റർ വർഷിപ്പിനെ പറ്റി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. AP Gibbs, a man of God, wrote a book regarding worship. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല, കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം ഒരു സ്റ്റോറി വർഷിപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു ബെസ്റ്റ് ഇല്ലുസ്ട്രേഷൻ, ഞാൻ വായിച്ചതിലേക്ക് ഏറ്റവും ബെസ്റ്റ് ഇല്ലുസ്ട്രേഷൻ. He mentioned one of the best illustration about worship in that book. He mentioned a story. ഗിബ്സ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ ഇങ്ങനെ രാവിലെ നടക്കാൻ പോയി. ശ്രദ്ധിച്ച് ലിസൺ ടു മീ വെരി കെയർഫുള്ളി. AP Gibbs, in his book, he is saying that one fine morning a man went for a walk. എങ്ങനെയോ റോഡ് സൈഡിലെ പോണ്ടിലേക്ക് അദ്ദേഹം കാല് തെറ്റി വീണു. Somehow he fell into a pond. അവിടെ കിടന്നുകൊണ്ട് ഈ മനുഷ്യനെ നീന്തൽ അറിയാൻ മേല അവിടെ കിടന്നുകൊണ്ട് ഇദ്ദേഹം കരയാനായിട്ട് തുടങ്ങി. In that pond he started to cry because he didn't know how to swim. ഇത് കേട്ടോണ്ട് ഒരാള് ആ റോഡിൽ കൂടെ തന്നെ നടന്നു വരുന്നുണ്ടായിരുന്നു. Someone else was walking along the road and he heard the voice of cry from that pond. രക്ഷിക്കണേ എന്നാണ് കരയുന്നത്. That man was crying, save me. ഗിബ്സ് പറഞ്ഞത് അതാണ് പ്രയർ എന്നാണ് പറഞ്ഞത്. പ്രയർ, that is prayer. Gibbs was mentioning that is exactly prayer. ഈ മനുഷ്യൻ, ഈ നടന്നു വന്നയാള് ഈ വെള്ളത്തിൽ ചാടി ഇദ്ദേഹത്തെ കരയ്ക്ക് കയറ്റി. The man who was walking along the brink, he actually jumped into the pond and saved that sinking man. കരയിൽ കയറി കഴിഞ്ഞപ്പം ഈ മനുഷ്യൻ പറഞ്ഞു, താങ്ക് യു സോ മച്ച്. After he came back on the shore, the person who was singing thanked the person who saved him. ഈ രക്ഷിച്ചയാള് ഒരു ബിസിനസ് കാർഡ് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ അല്പം ബിസിയാണ്, നിനക്ക് സമയമുള്ളപ്പോൾ എൻ്റെ വീട്ടിൽ വന്നാൽ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. The person who saved the sinking man gave his business card and said, I'm a little busy now. Whenever you have time, come home and let us talk. അങ്ങനെ ഇരുന്നപ്പം ഒരു ദിവസം ഈ വെള്ളത്തിൽ വീണയാൾക്ക് ടൈം കിട്ടി. അദ്ദേഹം തന്നെ രക്ഷിച്ചയാളുടെ വീട്ടിലേക്ക് പോയി. One day he got some time and the person who saved from the pond went to visit the person who saved him from the pond.
ഒരു ആ ബിസിനസ് കാർഡിന്റെ അഡ്രസ്സിൽ അവിടെ ചെന്നപ്പോൾ ഒരു ഭയങ്കരമായ ഒരു മാൻഷനാണ് ആ വീട്. When he searched for the address in the business card, he went there, and after seeing that, it was a big mansion. ഇത്രയും വലിയ വീട് ഇതുവരെ കണ്ടിട്ടില്ല. That person never ever saw that big of mansion and in his lifetime. ഫ്രണ്ടിൽ സെക്യൂരിറ്റീസ് നിൽപ്പുണ്ട്. In the front of that mansion, there were securities, guards were there. ഈ വ്യക്തി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി അലവ് ചെയ്തു അകത്തോട്ട് പോകാൻ. After the person explained everything, and the security or the guard allowed him to enter inside that mansion. അങ്ങനെ ഇരുന്നപ്പം ആ വീടിന്റെ ഓണർ വന്ന് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് അകത്തോട്ട് പോയി. And the owner of that house came and brought him inside the house. ഈ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഇത്രേ ഉന്നതനായിരുന്നല്ലോ ഈ വ്യക്തി. And then this man was thinking, the person who saved me was such a big man. വീടിനകത്തോട്ട് കയറ്റിക്കൊണ്ടുപോയി. And that person took him inside the house. ആ വീട് കണ്ടപ്പോഴത്തേക്ക് ഇദ്ദേഹം മുകളിലോട്ട് നോക്കിയപ്പോൾ മിറക്കിൾ, താഴോട്ട് നോക്കിയപ്പോൾ മിറക്കിൾ, സൈഡിലോട്ട് നോക്കിയപ്പോൾ ഇങ്ങനൊരു വീട് കണ്ടിട്ടില്ല ഈ മനുഷ്യൻ ഇതുവരെ. The person got in the house and he was astonished by seeing the splendor of that house. ഇദ്ദേഹം ചിന്തിക്കുക, how much rich he is. And he was thinking that how much rich the person who is. ആഹാരം കഴിക്കാനായിട്ട് വിളിച്ചു. And he invited him to have a ഇത്രയും ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കണ്ടിട്ട് പോലും മനുഷ്യൻ കേട്ടിട്ട് പോലും ഇല്ല. The person who never ever saw such kind of delicious varieties of food on the table. ഈ കുളത്തിൽ വീണ് മരിക്കേണ്ടിരുന്ന മനുഷ്യൻ അവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ്. The person who was about to sink to death inside the pond, he was thinking by sitting in that dining table. ഈ വ്യക്തിക്ക് എന്നെ വെള്ളത്തിൽ ചാടി രക്ഷിക്കേണ്ട കാര്യമുണ്ടോ? He was thinking, this filthy rich man, does he need to jump into the pond and to save me? ഒരിക്കലുമില്ല. There was no need for him to spare some time and to spend his time to save me. അന്ന് രക്ഷിച്ചപ്പം വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ താങ്ക് യു സാർ എന്നാ പറഞ്ഞത്. താങ്ക് യു സാർ. When he was saved the day, he said to that person, thank you sir. പക്ഷെ ഈ മാൻഷനകത്ത് ഇദ്ദേഹത്തെ വന്നപ്പോൾ ഈ വ്യക്തിയാണ് എന്നെ രക്ഷിച്ചതെന്നറിഞ്ഞപ്പം നിങ്ങൾ പറ, താങ്ക് യു കൊണ്ട് നിൽക്കുമോ? After he came into the big mansion, just imagine, just a word of thanks, is that enough? ആ വ്യക്തി അദ്ദേഹത്തിന്റെ കാലിലോട്ട് വീണെന്നാണ്. That person just bowed down to his feet by seeing his splendor of the majesty. എന്നിട്ട് എ.പി. ഗിബ്സ് പറഞ്ഞേക്കാണ്, this is all about worship. A.P. Gibbs was mentioning in his book, this is all about worship. എവിടെ അതിന്റെ അർത്ഥം കിടക്കുന്നേ? What is the meaning? Where it is lying? മഹത്വസമ്പൂർണനായ നമ്മുടെ നാഥൻ, a majestic and a splendorous God. നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മളെ We were all heading to the eternal തന്റെ destruction. ജീവൻ തന്ന് രക്ഷിച്ചു. He gave his own life to save us. Cross is the center point of our worship. Amen. Hallelujah. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് കൊണ്ട് തീരുവോ? Hallelujah. Cross is the center of our worship. If you truly understand that, just a praise the Lord is the താങ്കിങ് ഗോഡ് കൊണ്ട് തീരുവോ? ഒരു പാട്ട് കൊണ്ട് തീരുവോ? ഇല്ല. Yielding ourselves into the throne of the Lord. Amen. Just a song or just a praise, it won't be enough. Just submit ourselves, our whole life into the throne. രണ്ട് കാര്യം ഓർത്താൽ മതി. The glory of that person and the glory of his work. Amen. The glory. ഈ രണ്ട് കാര്യം ഒരുവന്റെ അകത്തേക്ക് വരുമ്പോൾ കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ അധർമ്മികളും പാപികളും ദോഷികളുമായിരുന്ന എന്നെ രക്തം തന്ന് രക്ഷിച്ചതിനുള്ള എന്റെ പ്രതികരണമാണ് ദൈവസന്നിധിയിലെ എന്റെ വർഷിപ്പ്. Amen. We were such a wretched person. We were such a wretched people, but a good God who gave his own life and his glory of his work and glory of his action, that we need to think and submit as a worship. Clear? Hallelujah. Praise the Lord. Hallelujah. Hallelujah. ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വേണം ആഴ്ചയിൽ 7 ദിവസവും കർത്താവിനെ മഹത്വപ്പെടുത്താൻ. We need to think ദൈവത്തെ സ്തുതിക്കുക എന്നതിനേക്കാൾ ഹയർ ലെവലാണ് ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ. മനസ്സിലാകുന്നോ? The glory of that person and the glory of that great person's work. Amen. We need to not only to just give praises, but we need to meditate upon the glory of that person and the glory of that redeemed glorious work of him.
നമ്മൾ ഗ്രേസിന് എപ്പോഴും ഒരു ഡെഫിനേഷൻ കൊടുക്കാറുണ്ട്, അൺമെറിറ്റഡ് ഫേവർ അല്ലേ, അൺമെറിറ്റഡ് ഫേവർ. We usually give a definition for grace, unmerited or unearned favor. എനിക്കൊരല്പം കൂടെ കാര്യം അതിനോട് ആഡ് ചെയ്യാനായിട്ടുണ്ട്. അത് മച്ച് മോർ ദാൻ ദാറ്റ് ആണ് ഗ്രേസ്, മച്ച് മോർ ദാൻ ദാറ്റ്. Grace is much more than that. കാരണം നമ്മുടെ സ്നേഹിതർക്ക് നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുത്താൽ അത് വേണമെങ്കിൽ അൺഏൺഡ് ആയിട്ടുള്ള ഫേവറായിട്ട് കണക്കാക്കാം അല്ലേ. Maybe when we give a gift to a friend, we can think that when we receive a gift, we can think that it is an unearned gift from that friend. അല്ലെ, നമ്മൾ ഇന്ത്യ ചെന്നപ്പോൾ നല്ലൊരു ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുത്തെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ആ ഗിഫ്റ്റിന് അദ്ദേഹം യോഗ്യനല്ലായിരിക്കും. അതിന് ഒരു അൺമെറിറ്റഡ് ഫേവർ എന്ന് വിളിക്കാം. We can call, if we give a handing over a gift from US to a person in India, he can consider that gift as an unmerited or unearned favor ആ from that ഗിഫ്റ്റ് friend. ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ഫ്രണ്ട്സിനായിരിക്കും അല്ലെ, ഫ്രണ്ട് സർക്കിളുള്ളവർക്കായിരിക്കും. We may distribute or we may hand over certain gifts across our friend circle. പക്ഷേ പ്രിയപ്പെട്ടവരെ, സാക്രിഫൈസിങ് സംതിങ് of unspeakable value for the benefit of an enemy would be a better illustration of the divine grace. Amen. Hallelujah. പാപികളായിരുന്ന, ദോഷികളായിരുന്ന നമുക്ക് ഒരിക്കലും നൽകാൻ കഴിയാത്ത ഒരു വലിയ ഗിഫ്റ്റ് നൽകി. അത് പുത്രന്റെ യാഗഭരണമാണ്. അതിൻ്റെ പേരാണ് ഗ്രേസ്. Amen. Grace is an unmerited, favored, unearned merit from God who gave his own life to save a wretched person like you and I. Praise the Lord. Hallelujah. നമ്മുടെ വീണ്ടെടുപ്പ് ഗ്രേസ് ആണ്. Amen. Our redemption or our salvation is purely grace, amazing grace. 107 സങ്കീർത്തനത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. I just gave an introduction to Psalm 107. നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് 43 വാക്യത്തിലൂടെ ഒന്ന് പോകാൻ പോകുമായിരിക്കും. നിങ്ങൾക്കറിയാം, 43 വാക്യം ഓരോ സെൻറ്റൻസ് പറയണമെങ്കിൽ തന്നെ അത് അത്ര സ്പീഡിലൊന്നും പറഞ്ഞു പോകാൻ പറ്റത്തില്ല. ജസ്റ്റ് ഓരോ വാചകം, ഓരോ സെൻറ്റൻസ് മാത്രം ഒന്ന് പറഞ്ഞു പോകാം. നിങ്ങളെല്ലാവരും ബൈബിൾ തുറക്കണം, എല്ലാവരും വാക്യങ്ങൾ നോക്കണമെന്ന് എൻ്റെ റിക്വസ്റ്റാണ്. Please open, all of you, the Bible and go through each 43 verses of Psalm 107. ഞാൻ അതിനെ 3 ഡിവൈഡ് ചെയ്യാനായിട്ട് പോകണം. 3 I'm going to classify or divide this Psalm into 3 portions. ആദ്യത്തെ 3 വാക്യങ്ങൾ വേഴ്സസ് 1 to 3 പ്രൈസ് ഫോർ ഗോഡ്സ് റിഡംഷൻ, ദൈവത്തിന്റെ വീണ്ടെടുപ്പോർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. First 3 verses praise for God's redemption. രണ്ടാമത്തേത് ലോങ്സ്റ്റ് പാർട്ടാണ്. 4 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്, 4 to 32. The second classification belongs to 4 through 32. അതിനകത്ത് 4 പോർട്രേറ്റ് ഉണ്ട്. 4 പോർട്രേറ്റ്. ഞാൻ ഈ പറയുന്നതിനകത്ത് 4 പോർട്രേറ്റ് ഓഫ് ഗോഡ്സ് റിഡംഷൻ. ഒന്ന്, പ്രൈസിങ് ഫോർ ഗോഡ്സ് റിഡംഷൻ. സെക്കൻഡ്, 4 പോർട്രേറ്റ് ഓഫ് ഗോഡ്സ് റിഡംഷൻ. 4 portraits of God's redemption we can see from verses 4 through 32. നാലാമത്തേത് 33 to 43 ആണ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഗോഡ്സ് റിഡംഷൻ. And the next portion is 33 to 43, principles of redemption. ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് 4 to 32 ആണ്. And I am going to explain 4 through 32. ആ 4 പോർട്രേറ്റ് എന്ന് ഞാൻ പറയാൻ കാര്യം, നിങ്ങൾ ആ വേദഭാഗം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, 4 ഇല്ലുസ്ട്രേഷൻ ഈ സങ്കീർത്തനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ 4 ഇല്ലുസ്ട്രേഷൻ്റെയും പാറ്റേൺ ഒരുപോലെയാണ്. വളരെ മനോഹരമായിട്ടാണ് ഈ പാട്ട് അവർ ആലയത്തിൽ പാടിക്കൊണ്ടിരുന്നത്. That 4 illustration we can see in a very repetitive pattern, or we can see a beautiful pattern through the verses from 4 through 32. ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്നുള്ളത്, ഇത് പോസ്റ്റ് എക്സൈലിക് സാമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബാബേലിൽ നിന്ന് ജനം മടങ്ങി വന്നതിന് ശേഷം അവരെ ദൈവം തിരികെ കൊണ്ടുവന്ന, ദൈവം അവരെ നടത്തിയ, ദൈവം അവരെ വിടുവിച്ച വഴികളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം, ദൈവത്തെ സ്തുതിക്കണം എന്നതാണ് ഇതിൻ്റെ ആകത്തുക. The sum and substance of this psalm is, this is a post-exilic psalm after they brought back from Babylon to back to their own land. ഈ സങ്കീർത്തനത്തിൻ്റെ എക്സ്പ്ലനേഷൻ കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും 107 സങ്കീർത്തനത്തിൻ്റെ അർത്ഥം ക്ലിയർ ആയിരിക്കണം. ആര് ചോദിച്ചാലും എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കണം. ദിസ് ഈസ് ഓൾ അബൌട്ട് Psalm number 107. After we meditate throughout these verses, we all need to bear that in mind. This is the sum and substance of Psalm 107. ആദ്യത്തെ 3 വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി ഞാൻ ഓടിച്ച് വായിച്ചു വിടാം. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ,
അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുള്ളത്. രണ്ടാം വാക്യം എൻ്റെ തീമായിട്ടൊരു വാക്യമാണ്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും 4 ദിക്കിനെ പറ്റി പറഞ്ഞേക്കെ, കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ. അങ്ങനെ പറയട്ടെ, എങ്ങനെ? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. Amen. First 3 verses it is showing, let the redeemed of the Lord say, oh, give thanks to the Lord, for he is good, for his loving kindness is everlasting. Praise the Lord. ഈ അവിടെ ആ വാക്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യമുണ്ട്. ഇത്രയും കാര്യം ദൈവം വടക്കും കിഴക്കും തെക്കും പടിഞ്ഞാറിൽ നിന്ന് ദൈവം ഇസ്രായേലിനെ കൂട്ടിച്ചേർത്ത് സ്വന്തം രാജ്യത്ത് കൊണ്ടുവന്നത് കൊണ്ട് അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുള്ളത്. Those Israelites who were scattered to east and west and north and south, from all those places, the Lord God gathered or redeemed the Lord to their own country. Oh, that's the reason Psalmist is here saying, oh, please, oh, give thanks to the Lord, for he is good, for his loving kindness is everlasting. നിങ്ങളവിടെ 2 വാക്ക് ശ്രദ്ധിച്ചോ. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് redeemed. അതെ, ഞാൻ ഒന്നുകൂടെ പറയാം. ഈ എപ്പോഴും എമോറിസ് ഭാഷ വാക്യം വായിക്കുമ്പോൾ ഞാൻ മൈക്കിക്കടെ വായിക്കുന്നതുകൊണ്ട് എത്ര പേര് സങ്കീർത്തനം ഏറ്റു വായിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി. കിട്ടിയോ? അതുകൊണ്ട് അടുത്ത ആഴ്ച അല്ലേ ഈ മൈക്കിക്കടെ വായിക്കുന്നത് ലൈവിലുള്ളവർക്ക് അത്രയും ഭാഗം സൈലൻ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഇടയ്ക്ക് പറയത്തില്ലേ 2 പ്രസംഗം പോരാ, ഇന്ന് 2 പ്രസംഗമില്ല, ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ടെങ്കിലും ശ്രദ്ധിച്ചിരിക്കണം. നോക്കിയേ, ആ വാക്യത്തിൻ്റെ അർത്ഥം വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തു. He has redeemed from the hand of adversary. 3-ാം വാക്യത്തിന്റെ അവസാന പദം കണ്ടോ? അവന്റെ വിമുക്തന്മാർ. അങ്ങനെ പറയട്ടെ. അങ്ങനെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടവരെ വിളിക്കുന്ന പേരാണ് വിമുക്തന്മാർ. ഇത് ഇലക്ട് വൺ, ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്നാണ് അതിന്റെ അർത്ഥം. The elect one, or those who are redeemed of the Lord, let them praise and give glory to the Lord. ഇവിടെ ഏതാ ഈ കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയ ദിവസം വായിച്ചപ്പോൾ എപ്പോഴേലും? Have you ever thought about what is here mentioned as from the east, from the west, and from the north and from the south? What are these longitude or latitude? ഇസ്രായേലിനെ ദൈവം ഈ 4 ദിക്കിൽ നിന്ന് 4 പ്രാവശ്യമായിട്ട് വീണ്ടെടുത്തിട്ടുണ്ട്. God, Lord, actually redeemed Israelites from these 4 directions, 4 areas in 4 different times. ഈജിപ്റ്റ് ആണ് സൗത്ത് ഉള്ളത്. ഒരിക്കൽ ദൈവം അവരെ അവിടെ നിന്ന് വിളിച്ചായിരുന്നു, റൈറ്റ്? From south, that is Egypt. From Egypt they were redeemed. നോർത്തിലാണ് അസീറിയ ഉള്ളത്. അവിടെ നിന്നും കർത്താവ് ജനത്തെ വിടുവിച്ചായിരുന്നു. From the north, there Assyria located. From there also he redeemed. വെസ്റ്റ് പടിഞ്ഞാറിലാണ് ഫെലിസ്ത്യൻ താമസിക്കുന്നത്. അവിടെ നിന്നും ദൈവം ഇസ്രായേലിനെ വീണ്ടെടുത്തിരുന്നു. The west Philistines were located there. From there also God redeemed. ഈസ്റ്റിലാണ്, കിഴക്ക് നിന്നാണ്, ബാബിലോണിൽ നിന്നാണ് ഒടുവിൽ വീണ്ടെടുത്തത്. പാട്ടുകാരൻ എഴുതിയത് കണ്ടോ? കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും വൈരിയുടെ കയ്യിൽ നിന്ന് യഹോവ ഞങ്ങളെ വീണ്ടെടുക്കുകയും അതുകൊണ്ട് അവൻ്റെ വിമുക്തന്മാർ യഹോവയെ സ്തുതിക്കട്ടെ. We can see finally from the east, there the Babylon, from there actually God redeemed all these 4 areas. God redeemed the people, and those who are redeemed, let them give thanks to the Lord. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 4 പോർട്രേറ്റ് ഉണ്ട്. അത് എനിക്കത് ഞാൻ മനസ്സിലാക്കിയതുപോലെ ഈ ലോക്കൽ സഭയും മനസ്സിലാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ 4 ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ വീണ്ടെടുപ്പിൻ്റെ എത്ര ഡീപ്പായിരുന്നു എന്നാണ് പാട്ടുകാരൻ പാടുന്നത്. The psalmist is saying and illustrating that the deepness of our redemption through 4 beautiful illustrations. ഇതിനകത്തെ കീ ഫ്രേസ് എന്നാണെന്നറിയാമോ? ലെറ്റ് ദ റിഡീംഡ് ഓഫ് ദ ലോർഡ് സേയ്സ്. ഏതാ? അവൻ നല്ലവനല്ലോ. ലെറ്റ് ദ റിഡീംഡ് ഓഫ് ദ ലോർഡ്. അവൻ്റെ വിമുക്തന്മാർ. ഇവിടെ ഇരിക്കുന്ന നമ്മളെയും വേദപുസ്തകം വിളിക്കുന്ന എന്നാണെന്നറിയാമോ? അവൻ്റെ വിമുക്തന്മാർ. യു ആർ ദ ഇലക്ട്
elected one. Amen. We all are elected ones. So the psalmist is exhorting, let the redeemed of the Lord say, oh, give thanks to the Lord, for he is good, for his loving kindness is everlasting. ഇവിടെ ഞാൻ പെട്ടെന്ന് 4 പോർട്രേറ്റ് എന്ന് പറയും. വേദപുസ്തകത്തിലേക്ക് നോക്കാമോ? 4 മുതൽ 9 വരെയാണ് ആദ്യത്തെ ചിത്രം കാണുന്നത്. അതൊരു സ്റ്റാൻസയാണ്, 4 മുതൽ 9 വരെ. അതിനകത്തെ വിഷയം God redeemed those in the barren desert. മരുഭൂമിയിൽ വഴിയറിയാതെ നടന്നവരെ ദൈവം വിടുവിച്ചു. അതാണ് 4 മുതൽ 9 വരെയുള്ള വാക്യം. First illustration is from verses 4 through 9. God redeemed those who were wandering in the desert. അതാണ് ആദ്യത്തെ ചിത്രം. First illustration is he redeemed a group of people who were wandering in the desert area. Second, 10 മുതൽ 16 വരെയാണ് രണ്ടാം ഭാഗം. Next portion is 10 through 16. God raised or God redeemed those in foreign bondage. വിദേശ അടിമത്തത്തിലായിരുന്നവരെ ദൈവം വിടുവിച്ചു. God is redeeming those who were in foreign bondage. അതാണ് 10 മുതൽ 16 വരെയുള്ള കാര്യം. ഒരേ പീപ്പിളിൻ്റെ കാര്യം 4 ചിത്രത്തിലൂടെ വീണ്ടെടുപ്പ് വർണ്ണിക്കുകയാണ് പാട്ടുകാരൻ. Redemption, the psalmist is explaining through 4 illustrations. മൂന്നാമത്തെ ചിത്രം 17 മുതൽ 22 വരെയാണ്. The third picture is 17 through 22. അവിടെ God redeemed those with a deadly disease. മരണകരമായ രോഗം പിടിച്ച് കിടക്കുന്ന ആളുകളെ ദൈവം വിടുവിക്കുകയാണ്. God is redeeming those who are under the bondage of deadly diseases. അതാണ് മൂന്നാമത്തെ പിക്ചർ. That is the third illustration. The final and the last. നാലാമത്തെ പിക്ചർ 22 മുതൽ 32 വരെയാണ്. God redeemed those in the perilous sea. ഒരു കടലിൽ മുങ്ങിത്തീരാൻ പോകുന്നതിനെ സാദൃശ്യപ്പെടുത്തി അവിടെ നിന്ന് ദൈവം അവരെ വിടുവിക്കുകയാണ്. ഇതാണ് 4 പിക്ചേഴ്സ്. The fourth picture we can see from verses 23 through 32. God was redeeming a group of people who were sinking in a perilous sea. ഇനിയും അത്രയും കിട്ടിയല്ലോ. ഒന്ന് ഞാൻ ശാന്തമായിട്ട് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാ. ഒന്നാമത്തേത് മരുഭൂമിയിൽ വഴിയറിയാതെ നടക്കുന്ന ഒരു ജനം. First illustration, a group of people who were wandering inside a barren desert and they don't know which way they need to go. രണ്ടാമത്തെ ചിത്രം ഇരുമ്പ് ചങ്ങലയാൽ ബോണ്ടേജിൽ കിടക്കുന്ന ജനം. The next portion is they were under a foreign bondage with the strong bondages. മൂന്നാമത്തേത് ആഹാരം പോലും കഴിക്കാൻ കഴിയാതെ മരണകരമായ ആ അസുഖത്തിൽ കിടക്കുന്ന ജനം. The third picture is a group of people, they were not even able to eat properly because they were under a bondage of deadly disease. ഫൈനലി കടല് കോപം കൊണ്ടാർത്ത് പൊങ്ങുകയാണ്. അതിനകത്ത് മുങ്ങിത്താണോണ്ടിരിക്കുന്ന ഒരു ജനം. And the fourth illustration is a group of people, they were doing some kind of trades or business in this ocean or sea, and those people are being redeemed. ഈ 4 സ്ഥലങ്ങളിൽ നിന്ന് വിടുവിച്ചതിനെയാണ് രണ്ടാം വാക്യത്തിൽ വായിച്ചത്. യഹോവ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും അവൻ തൻ്റെ വിമുക്തന്മാരെ കൂട്ടിവരുത്തി. അതുകൊണ്ട് യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. That is what the psalmist is saying in verse 2. He has redeemed from the hand of the adversary those who are in the east and the west and the north and the south. And those who are redeemed from these 4 illustrations, let them give thanks to the Lord because his loving kindness is everlasting. ഇനി ഞാൻ ഈ 4 ചിത്രം പറഞ്ഞല്ലോ. ഈ 4 എക്സാമ്പിളിനകത്തും സെയിം പാറ്റേൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെയിം പാറ്റേൺ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മനസ്സിലാവും. സെയിം പാറ്റേൺ പെട്ടെന്ന് പറഞ്ഞുതരാം. I explained 4 illustrations, but we can see the same pattern throughout these 4 illustrations. നിങ്ങൾ 4 മുതൽ 8 വരെയുള്ള 9 വരെയുള്ള വാക്യം മാത്രം നോക്കിയാൽ ഒരു പാറ്റേൺ കാണിച്ചു തരാം. First pattern I will show you if you go through verses 4 through 9. 4-5 വാക്യത്തിനകത്ത് ആ ജനം അനുഭവിച്ച കഷ്ടതയാണ് പറഞ്ഞേക്കുന്നത്. 4-5 In verses 4 and 5 we can see the people and their suffering.
ഒന്നാമത്തേത് predicament ആണ്. The first one was a predicament. 4-5 predicament ആണ്. It was a predicament. ഇനി നിങ്ങൾ അടുത്ത വാക്യം കണ്ടോ, അങ്ങനെ അവര് കഷ്ടതയിലായിരുന്നപ്പോ രണ്ടാമത്തേത് പെറ്റീഷൻ ആണ്, അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. Amen. First 2 verses was a predicament, and then once they were in a distress, they started to cry, submit their petition. ആറാമത്തെ വാക്യം കണ്ടോ, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. Then they cried out to the Lord in their trouble. 1 predicament, 2 പെറ്റീഷൻ, 3-ാമത്തെ ലൈൻ കണ്ടോ, ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുകയാണ്. ദൈവം അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. പ്രെഡിക്കമെന്റ്, പെറ്റീഷൻ ആൻഡ് പാർഡൻ. മൂന്ന് കാര്യം കണ്ടോ, പ്രെഡിക്കമെന്റ്, പെറ്റീഷൻ, പാർഡൻ. And then we can see God is delivering. When they cried out to the Lord, God is delivering them out of their distresses. That is a pardon for their sins. 7-ാം വാക്യം കണ്ടോ, അവൻ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വേയുള്ള വഴികളിൽ നടത്തി. വാക്യം കണ്ടോ. We can see in verse 7, he led them by a straight way to go to an inhabited city. ഫൈനലി 8-ാം വാക്യം കണ്ടോ, അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ആദ്യം പ്രഡിക്കമെന്റ് ആണ്, 2 പെറ്റീഷൻ ആണ്, 3 പാടനാണ്. പാടൻ ലീഡ്സ് ടു പ്രൈസ് ആൻഡ് താങ്ക്സ്ഗിവിംഗ്. Amen. എത്ര മനോഹരമായ ഓർഡറാണ് കണ്ടോ. We can see a trend or a pattern here with 4 things. First is a predicament. They distressed. In their distress they were crying. Second one is their petition. They were crying to the Lord. And the third one is a pardon from God. And the fourth one, after they were being delivered from their distresses, praise started to pour out from that nation. നിങ്ങൾ നോക്കി, ആ പാട്ടുകാരൻ എത്ര കൃപയോടെ ആ പാട്ട് എഴുതിയത്. ആദ്യം അവരനുഭവിച്ച കഷ്ടപ്പാട് എന്താണെന്ന് എഴുതി. How beautifully the psalmist wrote this illustration. First, the psalmist is presenting the predicament of that group of people. 2, ആ കഷ്ടപ്പാടിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അവരുടെ പെറ്റീഷൻ ദൈവത്തെ അറിയിച്ചു. Next pattern is they cried out to the Lord when they were in distresses, their petition. അങ്ങനെ പെറ്റീഷൻ അറിയിച്ചു കഴിഞ്ഞപ്പം ദൈവം അവരോട് ക്ഷമിച്ചു. And once they submitted their petitions, God forgave their pardons. അവിടം കൊണ്ട് നിർത്തേണ്ടതാണ്, പക്ഷെ നിർത്തിയില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്നാന്ന് കണ്ടോ, അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവർ നിർത്തുന്നില്ല. They are starting to praise God. They are starting to giving thanks to the goodness of the Lord. After they were being pardoned, they didn't stop there. They started to give praise and worship and honoring God. ഈ സങ്കീർത്തനം മുഴുവൻ ഈ പാറ്റേൺ ആണ്. മനസ്സിലാവുന്നോ? This whole psalm is this pattern or trend we can see. ഇപ്പൊ 107 സങ്കീർത്തനം എല്ലാവർക്കും മനസ്സിലായോ? I believe now you are understanding what the Psalm 107 is. ഈ ഒരു ഔട്ട്ലൈൻ കിട്ടിയാൽ മണിക്കൂറുകൾ ധ്യാനിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താവുന്ന സങ്കീർത്തനമാണ് 107 സങ്കീർത്തനം. If you understand truly the outline of the Psalm, you can spend hours and hours to meditate this Psalm. ഞാൻ ഒരിക്കൽ ഒരാൾ പറയുന്ന ഒരു ടെസ്റ്റിമണി കേട്ടിട്ടുണ്ട്. Once I heard a man gave a testimony. 107 സങ്കീർത്തനം ഒരു സഭയിൽ ഉറക്കെ വായിച്ചു സഭായോഗത്തിന്. Once this Psalm read aloud in a church gathering for their Sunday worship. അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ ഒരു രക്ഷിക്കപ്പെടാത്ത ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം വന്ന് രക്ഷിക്കപ്പെട്ടു. It is a miracle. One person was not a born again person who was attending the church service, and he became born again after listening to this Psalm. അങ്ങനെയെങ്കിൽ 107 സങ്കീർത്തനം is very precious. Amen. This Psalm 107 is a very precious Psalm. ആരും അതിന്റെ അർത്ഥം ആ ചർച്ച പറഞ്ഞു കൊടുത്തില്ല. The word did everything. Amen. No one explained the meaning of those verses, but the word of God did a miracle in the church. നമുക്ക് അല്പം പെട്ടെന്നൊന്ന് ചിന്തിക്കാം. എനിക്കറിയാം ഇത് 43 വാക്യത്തിലേക്ക് പോകുമ്പം ഭയങ്കര ബോറായിരിക്കും, പക്ഷെ എന്നാലും മനോഹരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. Let us think through a little bit more throughout these verses. ഇവിടെ 4-ാം വാക്യത്തിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? 4-ാം വാക്യം പ്രെഡിക്കമെന്റ് എന്നാണെന്നറിയാമോ? What is the predicament in verse 4? മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാതെ നടന്നപ്പോൾ, ഏതാ ഇസ്രായേലിന്റെ ചരിത്രം? 40 വർഷം
They wandered in the wilderness. There were no inhabited city. ജനവാസമില്ലാത്തടത്തൂടെ ഈ ജനം നടന്നു വന്നൊരു കാലം ഉണ്ടായിരുന്നു. They were wandering throughout the desert all throughout that 40 years. അവർ ഈജിപ്തിൽ നിന്ന് ഈജിപ്തിൽ കിടന്നപ്പം അവർ ദൈവത്തോട് നിലവിളിച്ചു. അതിനെപ്പറ്റിയാണ് യാഹ്വേ പറയുന്നുണ്ട്, ഞാൻ അവരുടെ കണ്ണുനീർ കണ്ടു, അവരുടെ നിലവിളി കേട്ടു. വായിക്കുന്നില്ലേ? Once they were in the bondage of Egypt, and from there they started their exodus. At that time they were wandering throughout the wilderness. When they cried, God is saying, I heard their cry and I saw their crying. 4-ാം വാക്യത്തിനകത്ത് ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? പാർക്കുവാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. ദാറ്റ് ഈസ് ദ പിക്ചർ ഓഫ് എ സിന്നർ. Amen. ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഒരു പട്ടണത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. It is a picture of a sinner. We can see here a sinner cannot find a way by himself to an inhabited city. പക്ഷേ ആ മനുഷ്യർ അവിടെ കിടന്നൊരു കാര്യം മനസ്സിലായി. They realized their spiritual condition. Then they cry out to the Lord. And that sinner or a person who is in that wilderness understood or realized their pathetic situation, and then they started to cry out to the Lord. എന്താ നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന പോലെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ മറ്റൊരു പട്ടണം, റൈറ്റ്? And we are reading in the book of Hebrews, the God is the one who is the architect of a strong, firm foundation, city, built upon that foundation. ആ കരച്ചിൽ നിങ്ങൾ കണ്ടോ? എപ്പോഴാ ഒരുവൻ കരയുന്നതെന്നറിയാമോ? അവന്റെ ഇന്നബിലിറ്റി. അവന് സ്വയമായിട്ട് പട്ടണം കണ്ടെത്താൻ കഴിയുന്നില്ല, അവന് കനാനിലെത്താൻ കഴിയുന്നില്ല. ആ സമയത്ത് അവൻ യഹോവയോട് നിലവിളിച്ചു. When will a person cry? A sinner or anyone who is unable to find a solution or a way by themselves, at that time they started to cry out aloud. That's the petition. That is the petition we can see here. ആ പ്രാർത്ഥന ദൈവം കേട്ടു. That prayer or അവരുടെ that petition, പാപം ദൈവം ക്ഷമിച്ചു. He heard their cry and forgave their iniquities. 7-ാം വാക്യം കണ്ടോ? ഒരുവൻ ഗൈഡ് ചെയ്യുകയാണ്, പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ നേരെയുള്ള വഴിയിൽ നടത്തി. We can see in verse 7, a God who knows the best way for each person, He is leading through a straight way to go to an inhabited city. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം വൈരിയുടെ കയ്യിലായിരുന്നു. എഫീഷ്യൻസ് 2 വായിച്ചാൽ മതി. We were all in the hand or the bondages of Satan once upon a time. പക്ഷേ ആരും നമ്മളെ രക്ഷിക്കാനില്ലായിരുന്നു. നമുക്ക് സ്വന്തമായിട്ട് രക്ഷപ്പെടാനും കഴിയത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ ദൈവത്തോട് കരഞ്ഞു, അവൻ നമ്മളെ നേരെയുള്ള വഴിയിൽ നടത്തി. At that time we were all wretched sinners and there were no one to help or save us. At that time Lord God, after hearing our cry for help, saved and redeemed us from that wilderness. നമുക്കും ഈ യഹൂദാജനത്തോട് ചേർന്ന് പറയാം, അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാര് ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അത് predicament ഉണ്ട്, petition ഉണ്ട്, പാടനുണ്ട്, praise and thanksgiving for the goodness of God. Amen. Along with the Israelites, let us also say and give thanks to the Lord for His loving kindness and for His wonders to the sons of men. We can see predicament, petition, pardon and praise throughout these verses. Verse number 9 നമ്മൾ ഔട്ട് ഓഫ് കോണ്ടസ്റ്റിലൊക്കെ പറയുന്ന വാക്യമാണ്. നമ്മളിൽ പലരും പറയുന്ന കോണ്ടസ്റ്റിലെ വാക്യം. ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുക എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ പെറ്റീഷൻ അർപ്പിച്ച് തമ്പുരാന്റെ ക്ഷമ കിട്ടുന്നവനെ നേരെയുള്ള വഴിയിൽ നടത്തി കനാനിലെത്തിക്കുമെന്നാണ് വേഴ്സ് നമ്പർ 9 അർത്ഥം. The verse 9 we usually use out of context, but the true meaning is those who submit their cry to find salvation, those who are redeemed. Lord God will satisfy them with the thirsty soul and the hungry soul He has filled with what is good. ഇതിന്റെ ആ കണക്ഷൻ നോക്കണം. Predicaments always leads to petition. Amen. The connection. Petition always leads to pardon. Pardon always leads to praise and thanksgiving. Amen. We can see the connection or the road map of this illustration. First, always there is a predicament. Then there is a petition associated with it. And then petition will be followed by a pardon. And the pardon will end up in praise. ഒന്നാമത്തെ പിക്ചർ മരുഭൂമിയിൽ വഴിയറിയാത്തവനെ സിറ്റിയിൽ കൊണ്ടുവന്ന് റിഡംഷൻ. First picture is those who do not know the way in the wilderness. God led them to an inhabited city. രണ്ടാമത്തെ പിക്ചർ നോക്കി എത്ര മനോഹരമാണ്.
Second picture was so beautiful too. 10ാം വാക്യം ശ്രദ്ധിച്ചു നോക്കണം, എനിക്ക് വേഗം പോകണം. Verse 10. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബാധിക്കപ്പെട്ടവർ. രണ്ടാമത്തെ പിക്ചർ എന്താ? They are under the bondage of foreign enemies. Amen. We can see the next illustration. They were under the submission of the foreign bondage. We can see here. ഒന്ന് ലോസ്റ്റ് ഇൻ വിൽഡർനെസ് ആണ്. First we can see those who are lost in wilderness. That is the first part. First part is those who were lost in wilderness. രണ്ടാമത്തേത് ലോക്ക്ഡ് ഇൻ prison. പണം കിട്ടിയോ? Next one is a group of people locked in a prison. അത് അവരുടെ പ്രവാസത്തെ കാണിക്കുന്ന പ്രയോഗമാണ്. And it is showing their pilgrimage. ആ പ്രസന്റെ പ്രത്യേകത കണ്ടോ? അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ വളരെ മലിനമായ, എന്താ പറയുക, വളരെ അങ്ങനത്തെ ഡെഞ്ചനായിട്ടുള്ള ആ കാറ്റഗറിയിലായിരുന്നു അവരെ അവിടെ ട്രീറ്റ് ചെയ്തത്. We can see here a group of people, they were locked under bad bondages. അതിന്റെ റീസൺ പറഞ്ഞേക്കുകയാണ്, അവർ യഹോവയോട് മത്സരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. Because they had rebelled against the words of God and refused the counsel of the Most High. That's why they came under the bondages of slavery. ഞാൻ കുറച്ച് കാര്യം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സദക്കിയാവിന്റെ കാലമൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. We can see in the reign of Zedekiah. ബോണ്ടേജിലേക്ക് പോകുന്നതിന് മുമ്പ് ദൈവാലോചന എത്ര വട്ടം പറഞ്ഞിട്ടും അവരനുസരിക്കുന്നില്ല. They rebelled against God. They rebelled against the Lord. During the reign of Zedekiah, we can see they were rebelling against the word of the Lord. രണ്ടാമത്തെ പിക്ചർ പറയാണ്, they were locked in prison. Amen. The second illustration, they were locked in certain type of prisons or bondages of sin. ഒരു പാപിയുടെ പിക്ചർ ആണത്. It is also showing a picture of a sinner. നിങ്ങൾ 12ാം വാക്യം നോക്കിയേ. അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി, അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല, ഒരു മനുഷ്യനും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത കാലം. Amen. There were no one to help them because God humbled their heart with labor and they stumbled and there was no one to help them. അതാണ് predicament. എല്ലാവർക്കും കിട്ടിയില്ല. That is predicament. That is the predicament over there. രണ്ടാമത്തെ പെറ്റീഷൻ കണ്ടോ? സെയിം വാക്യങ്ങൾ. Again we can see the petition. 13ാം വാക്യം പെറ്റീഷൻ. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. Then they cried out to the Lord. The petition we can see, and God, Lord, saved them out of their distresses. കണ്ടോ? പാഠം കണ്ടോ? പെറ്റീഷൻ. Hallelujah. അടുത്തത് പെറ്റീഷൻ ഓൾവേസ് ലീഡ്സ് ടു പാർഡൻ. Amen. അടുത്ത വാക്യം നിങ്ങൾ കണ്ടോ? Amen. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ച് അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. We can see here, he brought them out of darkness and the shadow of death and broke their chains off. ഇത് ബാബേലിൽ നിന്ന് രക്ഷിച്ചതിന്റെ ചിത്രമാണ്. This is, we can see the redemption from the bondages in Babel. അസീറിയയിൽ നിന്ന് രക്ഷിച്ചതിന്റെ ചിത്രമാണ്. This is the same. ഇത് ഫെലിസ്തീനിൽ നിന്ന് രക്ഷിച്ചതിന്റെ ചിത്രമാണ്. ഇത് മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചതിന്റെ ചിത്രമാണ്. ദൈവം അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. These are all pictures of their deliverance from different enemies because God broke their chains. That is a pardon. Verse number 14 is the pardon. Amen. Verse number 14 we can see the pardon. Look at the same pattern. Again we can see the pattern. 15ാമത്തെ വാക്യം കണ്ടോ? അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരെ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. And we can see here the praise. Let them give thanks to the Lord for his loving kindness and for his wonders to the sons of men. രണ്ട് പിക്ചേഴ്സ് കിട്ടിയോ? Two pictures, I believe you understood. മൂന്നാമത്തേത് സെയിം പാറ്റേൺ. Again the third illustration we can see from 17 through 22. നിങ്ങൾ ആ വാക്യങ്ങളെ കണ്ടോ? 17ാമത്തെ വാക്യം. അടുത്ത പ്രഡിക്കമെന്റ് പറയുക, ഭോഷന്മാർ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ടു. അവർക്ക് സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി അവർ മരണവാതിലുകളോട് സമീപിച്ചിരിക്കുന്നു. We can see the next predicament. Fools, because of their rebellious way
and because of their iniquities were afflicted. Their soul abhorred all kinds of food, and they drew near to the gates of death. മൂന്നാമത്തെ പിക്ചർ സാമിസ്റ്റ് പറയുകയാണ്, ഞങ്ങൾ പ്രവാസത്തിലായിരുന്നപ്പം ഒരാപ്പിറ്റൈറ്റും ഇല്ലായിരുന്നു, മരണം മാത്രമായിരുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത്. Psalmist was saying that a group of people, when they were in the wilderness, they didn't have any appetite for any food. അവർ ഇമ്പോർട്ടൻസ് ആയിരുന്നു, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. They were impotent. They were unable to do anything. പക്ഷെ അവിടെ കിടന്നുകൊണ്ട് അവർ ചെയ്തത് എന്നറിയാമോ? But do you know what did they do during their incapability? വീണ്ടും പെറ്റീഷൻ. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. Again we can see the same pattern, the petition. They cried out to the Lord in the trouble. അടുത്ത വാക്ക് പെറ്റീഷനോട് ചേർന്ന് പാടൻ, ദൈവം അവരെ വിടുവിച്ചു. We can see the pattern associated with the petition. He sent his word and healed them. നിങ്ങളുടെ വീണ്ടും അടുത്ത വാക്യം നോക്കിയേ, 20-ാം വാക്യം ദൈവം ചെയ്ത കാര്യമാ. അവൻ തൻ്റെ വചനമയച്ച് മരണകരമായ രോഗം പിടിച്ച് പ്രവാസത്തിൽ തീരേണ്ട ഞങ്ങളെ സൗഖ്യമാക്കി അവരുടെ കുഴിയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. അതുകൊണ്ട് 19-ാമത്തെ വാക്യം 21-ാമത്തെ വാക്യം, അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവർ സ്തോത്രയാഗങ്ങളെ കഴിക്കുകയും സംഗീതത്തോടെ അവന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ. We can see here the pattern. He sent his word and healed them and delivered them from their destructions. Then we can see the praise. Let them give thanks to the Lord for his loving kindness and for his wonders to the sons of men. Let them also offer sacrifices of thanksgiving and tell of his works with joyful singing. ഒന്ന്, മരുഭൂമിയിൽ വഴിയറിയാതെ പോയ ജനം. A group of people, first illustration, a group of people who lost their proper way in the wilderness. രണ്ട്, എക്സൈലിൽ പീഡിപ്പിക്കപ്പെട്ട് ലോക്ക്ഡ് ആയിരുന്ന ജനം. And in the second group, a group of people, they were locked under the bondages of enemies. മൂന്ന്, ഒരാപ്പിറ്റൈറ്റും ഇല്ലാതെ മരണം കാത്ത് കുഴിയിൽ കിടന്ന ജനം. The third group is were under the bondage of deadly diseases or losing their appetite for any എല്ലാ food. സാഹചര്യത്തിലും they cried out to the Lord. Throughout all these circumstances, they cried out to the Lord. കരുണാസമ്പന്നനായ ദൈവം അവർക്ക് വേണ്ടി ക്ഷമ നൽകുന്നു. He pardoned their sins. May merciful God who gave and delivered them and gave them their answers to their petitions. They are praising God. And they were They are praising thanking God for the goodness of the Lord. Hallelujah. They started to give praise and thanks to the Lord. Are you following me? Hallelujah. Hallelujah. എനിക്ക് ഈ സങ്കീർത്തനം മനസ്സിലായപ്പോൾ വളരെ സന്തോഷമായിരുന്നു. Hallelujah. എനിക്കിത് ആരംഭത്തിലൊന്നും മനസ്സിലായിട്ടേ ഇല്ലായിരുന്നു. ഒത്തിരി വട്ടം വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല, കൃപയാൽ മനസ്സിലായത്. Hallelujah. I was never understood this psalm this way, but by God's grace I am understanding this, and I believe you are also enjoying and understanding throughout the verses of this psalm. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദൈവവചനത്തെ പറ്റി നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിൽ ദൈവത്തെ പറ്റി നിങ്ങൾക്ക് ബോധ്യമില്ല. നിങ്ങൾക്കൊരു ദൈവമുണ്ട്, that is imagined God, that is not the God of the Bible. If you are not truly understanding the word of God, you are not truly understanding the God whom you serve. Same pattern. 22-ാമത്തെ 23-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു നോക്കിയേ. Last illustration, verses 23 through 32. കപ്പൽ കയറി സമുദ്രത്തിൽ ഓടിയവർ, Those who go down to the sea, പെരുവെള്ളത്തിൽ വ്യാപാരം ചെയ്തവർ, who do business on great അവർ waters. യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവന്റെ അത്ഭുതങ്ങളെയും കണ്ടവർ. ഇസ്രായേലിനെ ദൈവം നടത്തിയ വഴിയാണത്. And Lord Jesus kept them safe, or how did they take care of Israelites? 25-ാമത്തെ വാക്യം predicament ആണ്. Predicament, we can see അവൻ verse കൽപ്പിച്ചു, 25. കൊടുങ്കാറ്റടിപ്പിച്ചു, അത് അതിലെ തിരമാലകളെ പൊങ്ങുമാറാക്കി. അവർ ആകാശത്തിലേക്ക് ഉയർന്നു, വീണ്ടും ആഴങ്ങളിലേക്ക് താണു. അവരുടെ പ്രാണൻ കഷ്ടത്താൽ ഉരുകിപ്പോയി. We can see here again the problems. He spoke and raised up a stormy wind which lifted up the waves of the sea. They rose up to the heavens. They went down to the depths. Their soul melted away in their misery. Israel's captivity in Babylon was like this. Amen. Praise the Lord. ഇതുപോലായിരുന്നു. എല്ലാം അറിയാവുന്ന ജനം, പക്ഷേ കടലിൽ കപ്പലിളകാൻ തുടങ്ങിയാൽ,
തിരമാല ആകാശം മുട്ട പൊങ്ങിയാൽ എങ്ങനെയാണോ ക്രൈസിസ്, അതുപോലെയായിരുന്നു ബാബേലിലെ അവരുടെ ക്രൈസിസ്. The crisis of Israelites during their stay in Babel, this was like this, a perilous sea. If we are captured with a big storm or tempest in a perilous sea. 27 വാക്യം ആ കഷ്ടതയുടെ പ്രെഡിക്കമെന്റ് ഇത് നോക്കി. അവർ മത്തനെ പോലെ തുള്ളി ചാഞ്ചാടി നടന്നു, അവരുടെ ബുദ്ധി പോയിരിക്കുന്നു. They cannot save themselves. Amen. The predicament we can see in verse 27. They reeled and they were unsteady like a drunken man, and they don't know what to do. 28 വാക്യം പെറ്റീഷനാണ്. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. Verse 28, again their petition, they cried out to the Lord in their trouble, and he brought them out of their distresses. 29 വാക്യം ദൈവം ക്ഷമിക്കുകയാണ്, പാടനാണ്, അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. Again തിരമാലകൾ അടങ്ങി, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. We can see again the pardon of our Lord God. He caused the storm to be still, so that the waves of the sea were calmed down. Then they were glad because they were quiet. So he guided them to their desired haven. അവരുടെ ലാൻഡിലേക്ക് അവർ തിരികെ വന്നു. They came back to the original. അവർ ബാബേലിൽ നിന്ന് ഒന്നും നഷ്ടമാക്കാതെ ആലയത്തോടുകൂടെ തിരികെ വന്നു. Hallelujah. They didn't lose anything, and the Lord God brought them back to their original harbor. Petition always leads to pardon. Amen. Petition always leads to pardon. അടുത്ത വാക്ക് നിങ്ങൾ കണ്ടോ, 31 വാക്യം. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരെ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. And again we can see petition leads to pardon, leads to praise. Let them give thanks to the Lord for his loving kindness and for his wonders to the sons of men. ക്ലിയർ ആയോ? I believe you are clear. സ്തോത്രം. എനിക്ക് ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഈ കാര്യം. Hallelujah. I am unable to explain whatever I understood. 32 വാക്യം കോർപ്പറേറ്റ് സഭയോട് പറയാ. ശ്രദ്ധിച്ചോണം, കോർപ്പറേറ്റ് സഭയോട്. ആലയത്തിൽ അവർ കൂടുമ്പം എങ്ങനെ ആയിരിക്കണം എന്നാണ് 32 വാക്യം. അവർ ജനത്തിന്റെ സഭയിൽ അവനെ പുകഴ്ത്തുകയും മൂപ്പന്മാരുടെ സംഘത്തിൽ അവനെ സ്തുതിക്കുകയും ചെയ്യട്ടെ. കാരണം എന്നാ? കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും വൈരിയുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത അവന്റെ വിമുക്തന്മാരാണ് ഞങ്ങൾ. അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന്റെ കാരണം. Amen. Hallelujah. Verse 32 is a corporate call. What do we need to do when we are saved or redeemed from the hands of enemy? Let them extol him in the congregation of the people and praise him at the seat of the elders. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, the theme of the psalm is redemption. Amen. I mentioned that the theme of this psalm is redemption. അവർ ആലയത്തിൽ വരുന്നതിന്റെ പ്രധാന പർപ്പസ് കണ്ടോ? What is the അവരെ main purpose? വീണ്ടെടുത്ത് തിരികെ അവരുടെ നാട്ടിലാക്കിയ അവരുടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കോർപ്പറേറ്റ് ആയിട്ട് ആരാധന കഴിപ്പാൻ കൂടുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയ AP ഗിബ്സിന്റെ എക്സാമ്പിൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ മഹാദൈവം എന്നെ രക്ഷിച്ച ജീവൻ തന്ന് കരയ്ക്ക് കയറ്റിയതുകൊണ്ട് എൻ്റെ ജീവിതം മുഴുവൻ അവൻ ഏൽപ്പിക്കുന്നു. Amen. I mentioned early before beginning this psalm an example from AP Gibbs. What is truly a worship? The worship is truly pouring out our praise for the redemption from the wretched hand of this Satan. ഇവിടെ 4 കാര്യമുണ്ട്. They couldn't get themselves to the holy city. Amen. അവർക്ക് ഒരിക്കലും ഹോളി സിറ്റി തന്നെ വരാൻ കഴിയത്തില്ലായിരുന്നു. And there are 4 things in this matter. They were unable to come to the required or the desired place by themselves. They couldn't get themselves to the out of the prison. Amen. They were helpless to come out of their bondages or prison. They couldn't get ourselves out of the storm to the safe heaven. Amen. They were അവർക്കൊരിക്കലും
തന്നെ ഇതൊന്നും ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഈ വാക്യം എത്ര മനോഹരമാണ്, അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാര് ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. They were unable to save by themselves throughout these situations from the bondages of sin and slavery. That is the reason psalmist is exhorting, let them give thanks to the Lord, for the redeemed Lord, because he redeemed us from the hand of Satan. 33 മുതൽ അവസാനം വരെ ഓരോ വാചകത്തിൽ പറഞ്ഞു വിടാം. നോക്കിയേ, ദാറ്റ്സ് എ പ്രിൻസിപ്പിൾ ഓഫ് ഗോഡ്സ് റിഡംഷൻ. Third part, the principle of redemption, we can see from verse 33 onwards. അവർ പ്രവാസത്തിലേക്ക് പോയതിന്റെ കാര്യമാണ് 32 and 33. The reason why they went to misery, we can see 33. നിവാസികളുടെ ദുഷ്ടത നിമിത്തം അവൻ നദിയെ മരുഭൂമിയാക്കി. റിവേഴ്സ് ഓർഡർ ആണ് കേട്ടോ. നീരുറവയെ വരണ്ട നിലവാക്കി, ഫലപ്രദമായ ഭൂമിയെ ഉയർന്ന നിലവാക്കി. ഇതാണ് ദൈവത്തോട് മത്സരിച്ചാൽ നടക്കുന്ന കാര്യം. If we rebel against Lord, what will be the net result? That we can see in verse 33. God changes rivers into a wilderness and springs of water into a thirsty ground, a fruitful land into a salt waste. എന്നാൽ പെറ്റീഷൻ ദൈവസന്നിധി കഴിച്ചാലോ? But if we submit our petition before the God, what will happen? 35-ാമത്തെ വാക്യം നോക്കിയേ, വീണ്ടും കാര്യങ്ങൾ തിരിയുകയാണ്. അവൻ മരുഭൂമിയെ ജലതടാകവും വരണ്ട നിലത്തെ നീരുറവയും ആക്കി, വിശന്നവരെ അവൻ അവിടെ പാർപ്പിച്ചു. അവർ പാർക്കുവാൻ പട്ടണം ഉണ്ടാക്കുകയും നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുകയും സമൃദ്ധിയായി ഫലങ്ങളെ അനുഭവിക്കുകയും ചെയ്തു. അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി, അവരുടെ കന്നുകാലികളിൽ കുറഞ്ഞു പോകാൻ അവൻ ഇടവരുത്തിയില്ല. Praise the Lord. Hallelujah. During our distresses and during our bondages, if we submit our petition to Lord God, the redemptive work of God, we can see through verses 35 through 38. 39-ാമത്തെ വാക്യം, വിശുദ്ധിയിൽ നടക്കുന്ന ജനത്തെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ദൈവത്തിന്റെ പ്രതികരണമാണ്. വേഴ്സ് നമ്പർ 39 we can see, if someone attacks a person who is walking in holiness, what will God do against that? 39 പീഡനവും കഷ്ടതയും സങ്കടവും ഹേതുവായി അവർ പിന്നെയും കുറഞ്ഞു താണുപോയി. മറ്റുള്ളവർ ഉപദ്രവിക്കാൻ തുടങ്ങി ഇസ്രായേലിനെ. 40-ാമത്തെ വാക്യം നിങ്ങൾ കണ്ടോ, അവൻ യാഹ്വേ പ്രഭുക്കന്മാരുടെ മേൽ നിന്ന പകരുകയും വഴിയില്ലാത്ത ശൂന്യപ്രദേശത്ത് അവരെ ഉന്മൂലമാക്കുകയും ചെയ്യുന്നു. Israelites they were attacked through oppressions and different miseries. At that time, what God did against their enemies, he pours contempt upon princes and make them wander in a pathless waste. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ വഴി കണ്ടോ? ദൈവമക്കളെ ഉപദ്രവിക്കുന്നവരോട് കർത്താവാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? Those who are being persecuted. Why they are persecuting us? നമ്മൾ അവരെ സ്നേഹിക്കണം. നമ്മളെ ഒരാൾ പെർസിക്യൂട്ട് ചെയ്യുന്നത് they doesn't like Christ. That's the reason. If we are being persecuted, we need to forgive them. Why we are being persecuted? Because they don't love Christ. കഴിഞ്ഞ ആഴ്ച ഒരു മതിലിലെ വാക്യം ഇന്ത്യയിൽ വായിച്ച് നിങ്ങളെല്ലാം, ഞാനൊരു പോസ്റ്റ് ഇട്ട്, നിങ്ങളതിൻ്റെ വ്യൂവേഴ്സ് ഒന്ന് നോക്കണം, 2 ലക്ഷം പേരത് വായിച്ചു. And I believe throughout the social media last week, an incident happened in Kerala. A little verse was written in a wall, and people, actually Hindu people, forced them to wipe out certain phrases of that verse. And I posted a post under that, and almost 200,000 people were commented. ആ മതിലേ കൂടെ അത്രയും പേര് വായിക്കും ഞാൻ വിചാരിക്കുന്നില്ല. ഇത്രയും പേരത് വായിച്ചു. Thank God for that. I don't think if anyone who can, those much people can read that verses on that wall, but almost 200,000 people read my comment. 41, 42, 40 എത്ര മനോഹരമായ സങ്കീർത്തനം നോക്കിയേ. അവൻ ദരിദ്രനെ, ഇസ്രായേലിനെ കൊണ്ടുവന്ന കാര്യം പറഞ്ഞേക്കുക, അവൻ ദരിദ്രനെ പീഡയിൽ നിന്നുയർത്തി, അവൻ്റെ കുലങ്ങളെ ആട്ടിൻകൂട്ടം പോലെയാക്കി. നേരുള്ളവർ ഇത് കണ്ട് സന്തോഷിക്കും, നീതികെട്ടവരൊക്കെയും വായ്പൊത്തും. ബാബിലോൺ എന്തിയെ, ഈജിപ്റ്റ് എന്തിയെ, ഫെലിസ്ത്യൻ എന്തിയെ, അസീറിയ എന്തിയെ, നീതികെട്ടവൻ എല്ലാം ഇത് കണ്ട് വായ്പൊത്തും. എന്ന ജ്ഞാനമുള്ളവർ ഇവയെ ശ്രദ്ധിക്കും, അവർ യഹോവയുടെ കൃപകളെ ചിന്തിക്കും. We can see here God is doing mighty things
for the redeemed. He sets the needy securely on high, away from affliction, and makes his families like a flock. But the upright see it and are glad. But all unrighteousness shuts its mouth. Who is wise? Let him give heed to these things and consider the loving kindnesses of the Lord. What a glorious psalm, right? Amen. Hallelujah. എത്ര അനുഗ്രഹമെന്ന് മനസ്സിലായോ? യഹോവയുടെ വിമുക്തന്മാർ അവനെ സ്തുതിക്കട്ടെ. Such a beautiful psalm. Those who are redeemed, let them praise God. അവൻ വൈരിയുടെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിച്ചതോർത്ത് യഹോവയുടെ വിമുക്തന്മാർ അവനെ സ്തുതിക്കട്ടെ. Because he has redeemed us from the hand of the adversary, let us praise, give thanks to the Lord. Amen, amen, amen. Amen. Hallelujah. 107 സങ്കീർത്തനം ഒരുവിധം മനസ്സിലായല്ലോ. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. തിരുനാമം വാഴ്ത്തപ്പെടട്ടെ.